ഡിഫറൻസ് നമസ്കാരം. നമ്മളന്ന് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്നത് ഒരു ബാലൻസ് ടെസ്റ്റ് കിറ്റിനെ കുറിച്ചാണ്. ഈ ബാലൻസ് ടെസ്റ്റ് കിറ്റ് ഡ്രൈ ബ്ലഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ ശരീരത്തിലെ omega-3-6 ഫാറ്റി ആസിഡിൻ്റെ ഇൻഡെക്സ് റേഷ്യോ കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയാണ്. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ആണ്. കാരണം ലാബോറട്ടറി പലതരത്തിലുണ്ടെങ്കിലും ഇത്തരം ന്യൂട്രീഷ്യൻസ് ബേസ് ചെയ്യുന്നത് കുറവാണ് പല ഭാഗത്തും. ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെ ശരീരത്തിലുള്ള omega-3-6 ഫാറ്റി ആസിഡിൻ്റെയൊക്കെ തന്നെ റേഷ്യോ അറിയുന്ന സമയത്ത് അത് നോർമൽ അല്ലെങ്കിൽ അതിനെ നോർമലാക്കാൻ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് അത് റിവേഴ്സ് ആവും എന്ന് ഒരു സ്കാൻഡിനേവിയൻ കമ്പനിയുടെ പ്രോസ്പെക്റ്റ് അനുസരിച്ചിട്ടാണ് ഈ കൺസെപ്റ്റ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, വിവിധ കമ്പനികൾ വെൽനസ് രംഗത്തും ന്യൂട്രീഷൻ രംഗത്തൊക്കെ ഉണ്ടെങ്കിലും ടെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അറിഞ്ഞതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റാണ് കമ്പനിയുടേത്. അപ്പോൾ ഈ ബാലൻസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് ബാലൻസ് അല്ലെങ്കിൽ ഉപയോഗിച്ച് ഏകദേശം ഒരു 120 ഡേയ്സിൽ ഉപയോഗിച്ച് അതിനെ നോർമൽ ലെവലിലേക്ക് ആക്കുന്നതിന് വേണ്ടി പലവരിലും കഴിയും എന്നുള്ളതാണ് കമ്പനി പറയുന്നൊരു കാര്യം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് പരിചയപ്പെടാനായി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു 2-3 തുള്ളി ബ്ലഡ് ഇതിൽ പറയുന്ന തരത്തിൽ ഡ്രോപ്സ് ആയിട്ട് ഒറ്റിച്ച് അതിന് ഡ്രൈ ആക്കിയ ശേഷം ഇത് കമ്പനിയുടെ ഡൽഹി ഓഫീസിലേക്ക് അയക്കുകയും അവിടെ നിന്ന് അവരുടെ എംബസി വഴി ഈ വിറ്റാസ് അനലിറ്റിക്കൽ ലാബ്സിലെത്തുകയും മറ്റൊരു ഡീറ്റെയിൽസും ഇതിലാവശ്യമില്ല. ഇതിൽ കിറ്റിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ID നമ്പർ, അതാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ടത്. ശേഷം ഒരു 1 മന്തിനുള്ളിൽ ഈ റിസൾട്ട് കമ്പനി അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത ശേഷം അത് നമുക്കതൊന്ന് പ്രിൻ്റ് എടുത്തെടുക്കാനാവും. അപ്പോൾ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ഇത്തരം തരത്തിലുള്ള ഈ ടെസ്റ്റ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുമാത്രമല്ല, കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാൻ പറ്റും. ഇത് വളരെ നല്ലൊരു കൺസെപ്റ്റായിട്ട് നമുക്ക് തോന്നി. പലർക്കും ഇത് പലതരത്തിൽ ഉപകാരപ്പെടുന്നുണ്ട്. നിരവധി ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതുപോലെ ഈ ഡ്രൈ ബ്ലഡ് അതിൽ ഒറ്റിച്ചാണ്. അതിനുശേഷം അത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ ഒരു കിറ്റുണ്ട്. ആ കിറ്റിലേക്ക് ഇത് നിക്ഷേപിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ അഡ്രസ്സ് ഉൾപ്പെടെ, ഇതാണ് ഈ കാണുന്ന ഒരു നമ്പർ, ഇത് സേവ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അതിൽ ഈ നമ്പർ ഫോട്ടോ എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് എഴുതി വയ്ക്കപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കമ്പനിയുടെ ബാലൻസ് ടെസ്റ്റിൽ .com എന്നുള്ളൊരു വെബ്സൈറ്റിൽ നിന്ന് ഇത് തീർച്ചയായും എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കമ്പനി പറയുന്ന ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം, ശരീരത്തിലെ ഫാറ്റി ആസിഡ് ലെവല്, വിറ്റാമിൻസിൻ്റെയോ അതേപോലെ തന്നെ ഇതിൻ്റെ omega-3 ഫാറ്റി ആസിഡ് 6 ഇതിൻ്റെയൊക്കെ ലെവല് കറക്റ്റ് അല്ലാതാവുമ്പോഴാണ് ഒരാൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പൊതുവായൊരു കൺസെപ്റ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുകയും അത് ഇൻബാലൻസ് ആണെങ്കിൽ അതിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു പൊതുവായൊരു കൺസെപ്റ്റാണ്. ഇതൊരു ഫുഡ് സപ്ലിമെൻ്റാണ് omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ബാലൻസ് അല്ലെങ്കിൽ ഇത് ബാലൻസ് ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാലൻസ് ഓയിൽ എന്ന് പറയുന്ന സാധനം ആ വൈൽഡ് ഫിഷിൽ നിന്ന് എടുക്കുന്ന ഈ omega-3 3യെ ഈ ഒലീവ് ഓയിലിൻ്റെ
വെർജിൻ ബ്ലെൻഡിലേക്ക്, അതായത് പോളിഫിനോയിൽ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ബ്ലെൻഡിലേക്ക് മിക്സ് ചെയ്യുകയും അത് ശരീരത്തിൽ കൂടുതൽ സമയം പ്രവർത്തിക്കാനും ഒരാൾക്ക് നല്ലൊരു ഹെൽത്ത് ഡെവലപ്മെൻറ്റിനും ഈ ബാലൻസ് ഓയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതിൽ കമ്പനിയുടെ ആ കിറ്റിൽ തന്നെ ഫ്രം ടു എഴുതിയതുണ്ട്. അതിൽ ഫ്രം അഡ്രസ്സ് എഴുതുക, അതിനുശേഷം സ്പീഡ് പോസ്റ്റിൽ അയക്കുക. അപ്പോൾ ഇന്ന് ഒരാൾക്ക് ടെസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് കൊടുക്കുന്നതും ആയിട്ടുള്ളൊരു സീനാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നതിന് നിരവധി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക.